നമ്മൾ സാധാരണ ഒരാൾ പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാൾ നമ്മളെ കോളറിൽ കയറി പിടിച്ചിട്ട് അല്ലെങ്കിൽ കഴുത്തിൽ കയറി പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഈ അടിക്കുത്ത് കുത്തുമ്പം ഏത് രീതിയിൽ ചെയ്യും എന്നുള്ളതാണ്. അത് നമുക്ക് ഒന്നുകൂടെ കുറച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പം ഒരാൾ, അതായത് നമ്മൾ പ്രാക്ടിക്കലി ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളൊരാളിനെ പിടിച്ചിട്ട് ഈ അടിക്കുത്ത്, ഇത് ആദ്യമേ പറയാം, ഇത് ഒഴിയാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഒരാൾ പിടിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ ചിലപ്പോൾ നമ്മളിങ്ങനെ അയാളെ നോക്കുന്ന സമയത്ത് തന്നെ ഈ അടിഭാഗത്ത് നിന്ന് കുത്തു കയറും. മാത്രമല്ല ഇപ്പം തന്നെ ഇയാൾ കത്തി ബാക്കിലാണ് പിടിച്ചിരുന്നത്. കത്തി ബാക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിത് അറിയാൻ പറ്റില്ല. നമ്മളപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഒരാൾ നമ്മളെ കോളറിൽ കയറി പിടിച്ച് അയാളെ കൈ പുറകിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അടുത്തത് അയാളുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവും. മാത്രമല്ല അടിയിൽ ഇതാ ഈ കൈ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടിക്കുത്ത് കുത്താനുള്ള, അതായത് കയ്യിൽ കത്തിയാണ് ഇരിക്കുന്നതെങ്കിൽ അടിയിൽ നിന്ന് നമ്മളെ കുത്താനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് ആദ്യമേ നമ്മൾ കണക്കാക്കിയിരിക്കണം. മാത്രമല്ല ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇയാൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നെ തള്ളി അങ്ങ് കൊണ്ടുപോയി. തള്ളി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പൊതുവെ നമ്മളെ ബാലൻസ് ഒന്ന് തെറ്റും. ഈ ബാലൻസ് തെറ്റുന്ന സമയത്ത് അടിക്കുത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ 1-2 പേര് ചോദിച്ചു, ഞങ്ങൾ അത് ഒഴിഞ്ഞു തട്ടണ്ടേ അല്ലെങ്കിൽ അപകടമല്ലേന്ന്. അപകടമാണ്. പക്ഷേ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒഴിയാനുള്ള ടൈം കിട്ടില്ല, കുത്ത് വരും. ഈ സാധനം വലിയ റിസ്ക്കാണ്. അതായത് ഒന്നും കുത്തിയെ വളരെ പിടിച്ച് ഇത് ചേർത്ത് കൊണ്ടുവരാം. നമ്മൾ ഈ ബാലൻസ് തെറ്റുമ്പോൾ തന്നെ ഇയാൾ കുത്തേണ്. പിന്നെ ഒഴിയാം, വേണമെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാം. കുത്തിയെ ഇങ്ങനെ ഒഴിയുന്നതായിട്ടോ എന്നിട്ട് പിടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിയെ വേണമെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ പിടിക്കുന്നതായിട്ടൊക്കെ കാണിക്കാം. പക്ഷെ അതിനുള്ള ടൈം കിട്ടൂല. അതിന് കുത്ത് നമ്മൾ ഇങ്ങനത്തെ കുത്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി പോകും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഇയാളെ കൈ പുറകിലിരിക്കുന്നു, അയാൾ കുത്തും എന്നൊരു ചിന്ത നമ്മൾ ആദ്യമേ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിലേക്ക് കൈ എടുത്ത് ഫ്രണ്ടിൽ അങ്ങ് തട്ടണം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മളെ കൈ ഫ്രണ്ടിലായിരിക്കണം. നമ്മൾ കൈ ഇങ്ങനെ കോളറിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ഇങ്ങനെ തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അയാളുടെ കൈ പുറകിലാണെങ്കിൽ നമ്മളെപ്പോഴും സേഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ ഇങ്ങനെ ഇവിടെ വച്ചേക്കാം. അതായത് കൈ പുറകിലിരിക്കുകയാണെങ്കിൽ ആയുധം തട്ടാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. കൈ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇനി കുത്തി ഒഴിയാൻ സമയം കിട്ടുമെങ്കിൽ നമുക്ക് ഒഴിയാം. പക്ഷേ നമുക്ക് സമയം കിട്ടാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇത് തട്ടി, ഇത് കൈ കൊണ്ട് ആദ്യം തട്ടി ഇത് പിടിച്ച് ഇവിടെ തിരികെ കൈ തിരിച്ച് ഇങ്ങനെ പിടിക്കാം. നമ്മളാണ് ഇവിടെ ഈ വിരലൂന്നി മർമ്മത്തെ ഭാഗത്തായിട്ട് പിടിച്ച് ഇത് ഒരൊറ്റ അടിക്ക് നമ്മൾ ഇയാളുടെ ഈ കൈ കൊണ്ടൊരു സപ്പോർട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് ഒറ്റ ഒടുപ്പൊടിച്ച് ഇങ്ങിടാൻ പറ്റും. ഇപ്പോൾ പയ്യെ കാണിക്കാൻ പറ്റും. ഒറ്റ ഒടുപ്പൊടിച്ചിട്ട് നമുക്ക് ഇയാളെ നിന്ന് കത്തി വാങ്ങിച്ച് തിരിച്ച് കുത്തുകയോ നമുക്ക് നടന്നു പോവുകയോ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പക്ഷേ നമ്മൾ ആദ്യമേ കണക്കാക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇയാൾ ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ വേറൊരു രീതിയിലും ചെയ്യും. കുത്തി ആദ്യം കോളറിൽ പിടിച്ചു കൊണ്ടുവരണം. പെട്ടെന്ന് തട്ടി മാറ്റുമ്പോൾ അങ്ങോട്ട് തട്ടി മാറരുത്. കാരണം അയാളുടെ വലത് കൈ പോലെയാണ് പുറകിലിരിക്കുന്നത്. വലത് കൈയാണ് പുറകിലിരിക്കുന്നത്, അതായത് വലത് കൈയിലാണ് ആയുധം ഇരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് തട്ടി നമുക്കതൊരു അപകടം കൂടും. അതുകൊണ്ട് നമ്മൾ ഇയാളുടെ ഈ ഭാഗത്ത്, അതായത് പുറന്തട തട്ടി നമ്മളിങ്ങനെ ഈ സൈഡിലോട്ട് അയാളുടെ പുറം ഭാഗത്തേക്ക് മാറണം. ഒന്നുകൂടെ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ കണക്കാക്കിയിട്ട് തട്ടി അങ്ങ് കളഞ്ഞ് നമ്മൾ മാറ്റണം. അതിലൊരു റിസ്ക് ഉള്ളതെന്ന് പറയുന്നത് അയാൾ വീണ്ടും എടുത്ത് കുത്തും. അങ്ങനെ റിസ്ക് അവിടെ ഉണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയും. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഒരു കുത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളത് തട്ടുമ്പോൾ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് പിടിച്ച് അടിച്ചെടുത്താലും ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം കയറി ഇവിടെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഭയങ്കര റിസ്കി എലിമെൻറ്റ്സ് ഒരുപാടുള്ള ഒരു കുത്തുമാണ്. പക്ഷേ വേറെ ഒരു വഴിയില്ലാതെ നമ്മളെ കൊണ്ടുവന്നൊരു ചുവരിൽ ചേർത്ത് പെട്ടെന്ന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തടഞ്ഞ് പിടിച്ച് ഒതുക്കി അയാളെ കൈ അടിച്ച് എടുക്കാനേ പറ്റൂ. അപ്പം ഇത് കുറച്ച് റിസ്ക്കാണ്. പലർക്കും ഇത് കാണുമ്പോൾ റിസ്ക് ആണെന്ന് തോന്നുന്നു. ഇത് റിസ്ക് തന്നെയാണ്. പക്ഷേ ഒരു വഴിയില്ല. നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാണ്, അല്ലെങ്കിൽ ഒരു പിടിയാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കത് ഒന്നുകൂടെ ചെയ്യാം. ഒന്ന് കുത്തി നമ്മൾ പിടിച്ച് കുത്ത് നമ്മൾ തട്ടി ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കണം. തട്ടി ആദ്യം ഇങ്ങ് കയറ്റി തട്ടണം. നമ്മൾ ഈ കത്തി കയറാതെ തട്ടി ഉടനെ അതിന് തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചിട്ട്
നമ്മൾ ഈ കൈ ഇയാളുടെ കയ്യിലെ മുകൾ ഭാഗത്തൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇവർ വിരലൂന്നിയുടെ ഭാഗത്തായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിച്ചിട്ട് ഈ പിടിച്ച ഉടനെ ഈ കൈ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒരൊറ്റ ഒടിച്ചിങ്ങോട്ട്, എന്നിട്ട് നമുക്ക് ഈ കത്തി ഇയാളെ നിന്ന് ഊരി വാങ്ങിക്കാം. ഓക്കെ.